കോമഡി മസാലയുടെ ഇന്നത്തെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഓഡിയൻസിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വേദിയിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഉല്ലാസ് പന്തളം, നെൽസൺ ശൂരനാട്. അപ്പൊ നമ്മൾ പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഇവരെ നേരത്തെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇന്ന് എന്തെങ്കിലും കഥ പറയുന്നുണ്ട്, എന്തെങ്കിലും കഥയില്ല, രസമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഒരു കഥയില്ലെന്നാ. അങ്ങനെ ഇവർക്ക് ഒരു കഥയില്ലാന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കഥയില്ലാത്ത രണ്ടുപേരെ നമ്മൾ ഈ ഗസ്റ്റ് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, അത് മോശമായി പോയി. അങ്ങനെ മോശമായി പോയി ഫീൽ ചെയ്തു. അയ്യോ അങ്ങനെ പറയല്ലേ ഉല്ലാസേട്ടാ, കരയരുത് ഉല്ലാസേട്ടാ. അയ്യോ ഉല്ലാസിനെ ഫീൽ ചെയ്തെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യും. അതായത് ഞങ്ങൾ ഒരുമിച്ച് ആണ് ഈ ഫീൽഡിൽ വന്നത്. അപ്പൊ അവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയ്യോ, ഞാൻ ഉല്ലാസേട്ടനെ മാത്രമല്ല രണ്ടുപേരും കൂടെ അടച്ചാക്ഷേപിച്ചു. കുഴപ്പമില്ലെന്നപ്പോ നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്ന ഒരു രസികൻ സ്കിറ്റാണ്. ഞാൻ ഗ്യാരണ്ടി. അതിനുവേണ്ടി വേദിയിലേക്ക് വരുന്നത് ടീം സൂപ്പർ ജോക്കേഴ്സ്. പൈപ്പിൽ ചോട്ടിലെ പ്രണയം കണ്ട് ഇതുപോലെ കണ്ണും നോക്കിയിരുന്നതാണ് ഞാൻ ഇന്ന് ചുമട് വെള്ളം ചുമന്നുകൊണ്ട് കിടക്കണത്. ഡൈ, നീ പഞ്ചായത്തിലുള്ളതല്ലല്ലോ, നീ അങ്ങോട്ടേക്കട്ടെ പോർക്ക. ഡി, പൈപ്പിലാകെ ഒരു അല്പം വെള്ളേ ഉള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കുടയെ കൊണ്ടുവന്നുള്ളൂ, നിന്റെ വീട്ടിൽ നീ 3 കുട കൊണ്ടുവന്നാടി. അനാവശ്യം പറഞ്ഞോളെ, ഞാൻ ഒരൊറ്റ കുടമേ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എടി മണ്ടക്കാട് പോയി 50 രൂപ എടുത്ത് വാങ്ങിച്ച ഒരു കുട കൊണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കണത്. മണ്ടക്കാട്ടിന് വാങ്ങിച്ചോണ്ടോ നിന്റെ കുട എടുത്ത് ഞാൻ നിന്റെ മണ്ടക്കാട്ടി അതിന് ഇതിരി വിളിക്കൂടി. കൂടുതൽ വെള്ളത്തിലെടുത്താലുണ്ടല്ലോ നിന്റെ 64 പല്ലു അടിച്ച് ഞാൻ താഴെ ഇടൂടി. കാണാം. എന്താ മണ്ടത്തരം എന്റെ പൊന്നി ചേച്ചി പറയുന്നേ. ഒരു മനുഷ്യന് 32 പല്ലല്ലേ ഉള്ളൂ, പിന്നെ നിങ്ങൾ എങ്ങനെ 64 പല്ല് അടിച്ചിരുന്നത്? അറിയാടാ, ഞാനും ഇവളും കൂടെ വഴക്കുണ്ടാക്കുമ്പോ നീ ഇടയിൽ കയറുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പല്ലും കൂടെ ചേർത്താണ് ഞാൻ 64 പല്ലെന്ന് പറഞ്ഞത്. അല്ല അതൊക്കെ പോട്ട്, ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും പ്രശ്നം ഇടുന്നു. എടാ, പൈപ്പിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം എടുക്കാനില്ല. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കുടയെ കൊണ്ടുവന്നുള്ളൂ, എവളെ വീട്ടിൽ നിന്ന് ഇവള് 3 കുട കൊണ്ടുവച്ചേക്കണം. അത് ശരിയാണാടാ? ചേച്ചി ആ കാണിച്ചത് ശകലം മോശമായ പരിപാടി കേട്ടാ. എന്റെ പൊന്നനിയ, ഞാൻ ഒരൊറ്റ കുടമേ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഇരിക്കുന്ന 2 കുട ആരെ? അപ്പൊ ഈ ഇരിക്കുന്ന 2 കുടമാണ് വിഷയം. ഇത് സുമതിയുടെ കുടം. സുമതിയുടെ കുടമാണെന്ന് നിനക്കങ്ങനെ അറിയാം? ഇതിന്റെ മൂട് പോയിരിക്കുന്ന കണ്ടാ മനസ്സിലാവത്തില്ലേ സുമതിയുടെ കുടമാണുള്ളത്? എടാ മണ്ടാ, മൂട് പൊത്തിരിക്കണ കുടവും വെച്ചുകൊണ്ട് അവൾ എങ്ങനെയാടാ വെള്ളം എടുത്തോണ്ട് പോണത്? എന്റെ ചേച്ചി, സുമതി ചേച്ചി ദിവസം ഇവിടെ കുടം കൊണ്ടുവെക്കും. ആ കുടം ആരെങ്കിലും എടുത്തോണ്ട് അങ്ങ് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൂട് കിഴിച്ചു വെച്ചിരിക്കുന്നത്. സുമതിയുടെ ബുദ്ധി കൊള്ളാം. എടാ, എന്നാൽ ഈ പൈപ്പിന്റെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നീ ഉണ്ടാക്കി തരണം. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ഒരു ലോകമഹായുദ്ധം നടക്കുവാന്നുണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും. അപ്പൊ അതിന്റെ തുടക്കമായിരിക്കും ഞാൻ ഇന്നലെ കേട്ടത്. എപ്പോഴും? എടാ, ഇന്നലെ രാത്രി എവളെ വീട്ടിൽ വെള്ളത്തിന് വേണ്ടി ഭയങ്കര യുദ്ധമായിരുന്നടാ. അത് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമൊന്നും അല്ലെന്ന്. അങ്ങനെ വന്നിട്ട് വെള്ളം അടിച്ചിട്ട് രാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കിയതാ. എവളെ പറച്ചിലേട്ടത്തൊന്നും എവളെ ഭർത്താവ് കുടിക്കാത്ത മാന്യനാണ്. ഞാനിവിടെ എന്നാലേ ശരിയല്ലേ, എവളെ വലമൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എനിക്കുണ്ടല്ലോ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അല്ല, നിന്റെ വീട് എവിടെ? എന്റെ വീട് അങ്ങ് കുറച്ചങ്ങ് മാറി. നീ അപ്പൊ ഇവിടെ കിടന്നല്ലോ ഉറങ്ങണത്, നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങടാ. ഒരു കാര്യം ചെയ്, ഈ വെള്ളത്തിന് ഒരു പരിഹാരം നീ എങ്ങനെയെങ്കിലും കണ്ടെത്ത്. ഈ വെള്ളത്തിന് പരിഹാരം എന്നെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ വോട്ടിട്ട് വിജയിപ്പിച്ച ഇവിടുത്തെ മെമ്പർ ഉണ്ടല്ലോ, MV ശശി, അങ്ങാര് വരട്ടെ, അല്ലാതെ എന്നോടല്ല പറയേണ്ടത്. അപ്പൊ എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നല്ലേ? ഞങ്ങളെല്ലാവർക്കും സുഖം തന്നെ. ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നതാ, ഇപ്പോഴാ പിന്നെ കാണുന്നത്. പിന്നെ വോട്ട് ചോദിക്കാൻ വന്നപ്പോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തായിരുന്നല്ലോ. ആന തരാം, ചേന തരാം, എന്നിട്ട് ഇവിടെ നമുക്ക് എന്താ തന്നു? വോട്ട് ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾ ഏതാണ്ട് വാഗ്ദാനങ്ങളൊക്കെ നിന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇയാൾക്ക് 2.5 സെന്റ് പേരാടമുണ്ട്, അതിൽ നിറച്ചൊരു വീടും ഉണ്ട്. ഈ ആനയും ചേനയൊക്കെ തന്നെ ഇയാളെ എവിടെ കൊണ്ടൊന്ന് വെക്കും? ഇതൊക്കെ ആരോടാ പറയുന്നത്? ഇതൊക്കെ പോട്ടെ, എനിക്കോ വീടോ വേണ്ട. ഇപ്പൊ നിങ്ങൾ ഈ പൈപ്പിന്റെ കാര്യത്തിൽ വല്ല തീരുമാനം വല്ലതും എടുക്കും. പൈപ്പിൽ ഇപ്പൊ എന്താ വിഷയം? എന്തോ പൈപ്പ് അങ്ങോട്ട് പൊട്ടിക്കിടക്കുന്നു, അതിന്റെ പണി വല്ലതും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ നോക്ക്. ഇങ്ങോട്ട് നോക്കി, ഞാനിവിടുത്തെ മെമ്പറാണ്, അല്ലാതെ പ്ലംബർ അല്ല, മനസ്സിലായോ? ഇനി ഇവിടെ നിങ്ങളോട് നിന്ന് സംസാരിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ ഞാൻ പോന്നു. അപ്പോഴേ അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാം. അല്ല, ഒരു മുനവച്ച വാക്ക്, അതെന്തോ അങ്ങനെ പറഞ്ഞു? അല്ല, ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ കാണാനൊക്കെ പറ്റത്തില്ല. എല്ലാം എന്റെ തലയിലാണല്ലോ ദൈവമേ വന്ന് കയറുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു. നിന്റെ ഭർത്താവ് എന്തോ അസുഖമായിട്ട് കിടക്കണം. ഓ, അങ്ങേർക്ക് ഒരു കുറവും ഇല്ല മെമ്പറേ. എന്നും ഇപ്പോഴും രാത്രി ഉറക്കത്തിൽ നിന്ന് എഴിച്ച് ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് ചുമ്മാ അങ്ങ് നടക്കേണ്. ഇത് വല്ല മാരക അസുഖമാണ്. നീ ഒരു കാര്യം, നിന്റെ വീട്ടില് ജോലിക്ക് ഒരു പെണ്ണുണ്ടല്ലോ, അതിനാ പറഞ്ഞു വീട്, ചിലപ്പം അസുഖം മാറിയല്ലോ. മെമ്പർ അനാവശ്യമൊന്നും ഞാൻ പറയാം. വേറൊരു കാര്യം ഞാൻ അറിഞ്ഞു, നിന്റെ ഭർത്താവ് അവിടെ കുടിച്ചിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന വിഷയം ആൾക്കാരോട് ഒന്ന് പരാതി പറഞ്ഞു. അപ്പൊ അതിലെന്തെങ്കിലും തീരുമാനം കണ്ടോ? അതിൽ പുള്ളിക്കാരോട് ഉണ്ടോ? അയ്യോ, അങ്ങനെ രാവിലെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയി മെമ്പറേ. കാണാൻ പറ്റൂല. എനിക്ക് അറിഞ്ഞൂടെ എപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. പഞ്ചവർണ്ണ പൈകിളിപ്പെണ്ണ് ഇന്നൊരു ഉച്ചമുക്കലക്കാവുമ്പോ ഒരു ദൂത് പോകാമോ? ആരാരും കാണാതെ ഒന്നവിടം വരെ ചെല്ലാമോ? ഗുരുമാനം കൊണ്ടോട്ടിട്ട് വാരാമോ?
ചായ കുടിക്കാൻ വല്ലതൊക്കെ തരാം. ഞാൻ ഇവിടെ നിന്നാ ശരിയാകത്തില്ല. ഇവൻ കുടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. ശരിയാ. പ്രിയമുള്ളവരെ, എനിക്ക് ചോദിക്കാനുള്ള ഇവിടുത്തെ ചേച്ചിമാരടുത്താണ്. നിങ്ങൾ ഇവിടെ അയൽക്കൂട്ടത്തിന്റെ പേരിൽ അച്ചപ്പം ഉണ്ടാക്കുന്നു, മുറുക്കുണ്ടാക്കുന്നു, വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടി ചാരായം മാറ്റി തന്നുകൂടാ? എങ്കിൽ നമ്മൾ ഈ ലിവറിന് മുമ്പ് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ ചേച്ചിയാണ് നമ്മളവിടെ തൊഴിലുറപ്പിന്റെ ജോലിക്ക് വന്നത്. അടിപൊളിയായിരുന്നു. നമ്മുടെ പേരാടമൊക്കെ കളച്ച് സൂപ്പറാക്കി ഇട്ടിട്ട് പോയി. നമ്മളെ ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലേ എന്നാ, ഇലക്ട്രിക് പോസ്റ്റ്, അതിന് തട എടുത്ത് വെച്ചേക്കുന്നു. ഇനി തൊഴിലുറപ്പിന്റെ പേരും പറഞ്ഞോണ്ട് നമ്മളെ ഏരിയയിലോട്ട് വരല്ലേ വെച്ച് ചുമ്മാണ്. തീറ്റി ഉറക്കം മാത്രം തൊഴിലുറപ്പ്. മനുഷ്യ നാട്ടുകാരടുത്ത് ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരിക്കാതെ ഇങ്ങോട്ട് കയറി വരണോട്ടാ. എന്റെ പെണ്ണുമ്പിള്ളയാണ്. ഇവിടെ ഒന്നും പെണ്ണുങ്ങളില്ലാഞ്ഞിട്ട് ഞാൻ പൂനെ പോയി കല്യാണം കഴിച്ചോണ്ട് വന്നേണ്. വേളിക്കൊക്കിനെ പോലെ ഇരുന്നോണ്ട് പറയണത് കേട്ടോ ആച്ചി, വേളിക്കൊക്കെന്ന്. പണ്ട് കല്യാണത്തിന് മുമ്പ് എന്നെ ഇങ്ങനെ എന്തൊക്കെ വിളിച്ചോണ്ടിരുന്നെന്ന് അറിയാമോ? എന്റെ നസ്രിയെ, എന്റെ മഞ്ജു വാര്യരെ, എന്റെ ഐശ്വര്യ റായെ, എന്റെ സുസ്മിത സെന്നെ. ഇവ 2 പിള്ളേരായതിനു ശേഷം ഞാൻ വേളിക്കൊക്ക് ഒരു പൃഥ്വിരാജ് വന്നിരിക്കുന്നു. മരകൊത്തി. ചേച്ചി വേറൊന്നും അല്ല, എന്നും പാതിരാത്രി മൂക്കറ്റം കുടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ വാഴ വെട്ടിയിട്ട കണക്ക് ഇങ്ങനെ മലന്നങ്ങ് കിടക്കും. റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് നേരം വെളുക്കണവരെ ഇങ്ങനെ കിടക്കും. ഒരു അന്തിക്കൂട്ടിന് പോലും ഒരു സഹായം നേരെ കൊണ്ട് എനിക്കില്ല ചേച്ചി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ഇവക്കൊന്ന് അന്തിക്കൂട്ടിന് പോവാവോ? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ചേച്ചി, അത് ഞാൻ പിന്നെ സഹിക്കാം. സാധാരണ കുടിയന്മാര് അല്പസ്വല്പമൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ കയറി വരും. അവര് വീട്ടിൽ കയറി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആഹാരം നുള്ളി പറക്കി കഴിച്ചിട്ട് എന്തെങ്കിലും 10 തെറിയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു മൂല പോയി ചടഞ്ഞൂടി അങ്ങ് കിടക്കും. പക്ഷെ എൻ്റെ ഭർത്താവ് കുടിച്ചു കഴിഞ്ഞാൽ ദാ ഈ മുറ്റത്ത് വന്നങ്ങ് ഇരിക്കും. ചിലപ്പോൾ അങ്ങ് നേരം വെളുക്കണവരെ കിടക്കും. പക്ഷേ ഉറങ്ങൂല. കിണി 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 എന്തൊരു ചിരിയാ എന്തോ. നേരം വെളുക്കണവരെ ചിരി എന്നാ. എന്തൊരു ചേച്ചി ഇങ്ങനെ ചിരിക്കാ? ഇതെന്റെ കുടിയന്മാരായ അണ്ണന്മാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അണ്ണൻ മദ്യപിച്ചാൽ നമ്മുടെ ആരോഗ്യം നശിക്കും, ചിരിച്ച ആയുസ് വർദ്ധിക്കും. മദ്യപാനത്തിലൂടെ നശിക്കുന്ന ആരോഗ്യത്തെ ഞാൻ ചിരിയിലൂടെ നൈസായിട്ട് തിരിച്ചു പിടിക്കാം. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെഡിക്കൽ സയൻസ്. നിനക്ക് അറിഞ്ഞിടത്തോണ്ടാണോ? ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? നീ അങ്ങനെ നീ പെരുമാക്ക് നീ പറയല്ലേ. എടി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരുത്തന്നെ തടഞ്ഞു നിർത്തി അവൻ എൻ്റെ അടുത്ത് ചോദിക്കാണ്, നിനക്ക് നിന്റെ സ്വന്തം ഭാര്യയെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ അവളെ എന്റെ വീട്ടിൽ കൊണ്ടാക്കട, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാന്ന്. അയ്യോ, ഇത് കേട്ടിട്ട് നിങ്ങൾ ഒന്നും മിണ്ടാതെ എന്റെ വീട്ടിൽ കയറി വന്നാ നിങ്ങൾ വായിന്ന് നാക്കില്ലായിരുന്നോ മനുഷ്യ? ഞാൻ കേട്ടോണ്ടിരിക്കോ? അണ്ണാ, എന്റെ ഇടത്തെ കൈ തളർത്തിയിട്ട് അവന്റെ ചെവിക്കണം പോളൊക്കെ ഒരു അടി അടിച്ചു കൊടുത്തിട്ട് വാ വലിച്ചു കീറിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന്. അറിയാമോ, ഇപ്പൊ അവൻ ജംഗ്ഷനിലാണ്ട ഇങ്ങനെ ഇരിക്കുകയാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. കുടിയനാണെങ്കിലും നിങ്ങളാണ് നട്ടലുള്ള ഭർത്താവ്. അതൊക്കെ പോട്ട്, ഏത് അവൻ എന്നെ കുറിച്ച് പറഞ്ഞത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ കുറിച്ച് എന്റെ പൊന്നണ്ണ, കല്യാണം കഴിഞ്ഞിട്ട് നാളെ 10 വർഷം തികയാണ്. ഇന്നേ വരെ വിവാഹ വാർഷികം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. തങ്കക്കൂടം നീ കരയില്ല. ഇപ്രാവശ്യം നമ്മള് വിവാഹ വാർഷികം സൂപ്പറായിട്ട് നടത്തും, അടിപൊളിയായിട്ട് നടത്തും. ചേച്ചി, നിങ്ങളെല്ലാരും പറഞ്ഞ കേട്ടോ, ചേച്ചി വരണ ചേച്ചി. 10 കൂട്ടം കറികള്, പച്ചടി, കിച്ചടി, തോര, നിങ്ങൾ വരണേന്ന് കേട്ടോ. അയ്യോ, 10 കൂട്ടം കറിയും വെച്ച് സദ്യ ഉണ്ടാക്കി കിടക്കാൻ നടക്കുന്നത്. നിങ്ങളെ കയ്യിൽ 5 ഇഞ്ച പൈസ ഉണ്ടാ മനുഷ്യ? ആ ചേച്ചിയെ കണ്ടാ തന്നെ അറിയാം, ഒറ്റ ഇരിപ്പിൽ ഒരു കരിയിലെ ചോറ് ഇന്നു വന്നു. അവസാനം ആ ചാക്കുംപടി അരി എടുത്ത് നിങ്ങളെ ഊപ്പാട് വരും. ഞാൻ നിന്നെ തിരക്കാണ് വന്നത്. ഞാൻ എല്ലാം ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നു. എന്തോന്നാണ് ഇത്? ഇതാണ് ഒരു കുടുംബം. എന്റെ പൊന്നു മെമ്പറ്, സഹിക്കാൻ വയ്യ, സഹിക്കാൻ. ഇങ്ങനെ കൊണ്ട് എനിക്ക് ഒരു ഉപയോഗവും ഇല്ല. ഈ വീടിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത മനുഷ്യൻ എന്റെ വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അപ്പുറത്തെ വേലപ്പണ്ണന്റെ അമ്മ മുരളി വന്ന് വേണം ചെയ്യാൻ. എന്റെ വീട്ടിലെ കറണ്ട് ബില്ലടക്കണം മുരളി, എന്റെ വീട്ടിലെ വാട്ടർ ബില്ലടക്കണം മുരളി, ചന്തയിൽ പോയി മീനും മലക്കറി മാച്ചോണ്ട് വരണം മുരളി. എന്തിന്? എന്റെ മക്കള് തൊട്ടിലി കിടന്ന് ആടുമ്പോ ഒന്ന് ആട്ടിക്കൊടുക്കണത് വരെ എന്റെ മുരളിയാണ്. കറക്റ്റാണ്. മുരളി ഭയങ്കര ഉപകാരമാണ്. ഞാൻ ഇല്ലാത്ത ദിവസം മുരളി ഭയങ്കര കണ്ണെന്ന് പറഞ്ഞ മുരളി കടയിൽ പോവും, മുരളി റേഷൻ കടയിൽ പോവും, പിന്നെ പഞ്ചായത്തിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ മുരളി പോവും. എന്തിന്? എന്റെ ഇളയ മോനെ ഒന്ന് കാണണം. തനി മുരളി. മുരളിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ മനുഷ്യ. അയ്യോ മെമ്പറേ, ആംബുലൻസ് വിളി. വയ്യ, ഇയാളെന്റെ കണ്ണൊക്കെ അടിച്ചു പൊട്ടിച്ച്. അയ്യോ പെണ്ണുപിള്ള,
നിങ്ങളെ ഒന്നും ചെയ്യില്ലല്ലോ ഇങ്ങനെ. ആണ് കുഴപ്പം. ഞാൻ അടിക്കാൻ വേണ്ടി കൈ അങ്ങ് ഉള്ളു. അറവല വിളിക്കും പോലെ കിടന്ന് വിളിക്കും. പയ്യന്മാര് വരും, പൊങ്കാല ഇടും, പോകും. ഇതാണ് ഇവിടെ നടക്കണത്. ഞാനൊരു കാര്യം പറയാം. കുറെയൊക്കെ ഈ കുടിയന്മാരാക്കുന്നത് നിങ്ങൾ ഭാര്യമാരാണ്. കുറച്ചൊക്കെ നിങ്ങൾ അങ്ങ് ഒതുങ്ങണം കേട്ടോ. സത്യാവസ്ഥ ഇതൊക്കെയാണ് സംഭവം. ഡേയ്, ഈ ആണുങ്ങൾ സംസാരിക്കാൻ നിനക്കെന്തൊരു കാര്യം കൂടി പൊടി. എന്താ കഷ്ടം എന്ന് പറയാം. ഇങ്ങനെ ഉണ്ടാകുന്നേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാ മതിയാ? ഈ കുടിച്ചും പുറത്തും നടന്നാ മതിയാ? അതൊക്കെ എന്റെ കുടുംബം. ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ കൊച്ചുങ്ങള്, എന്റെ അമ്മ, ഇതാണ് കുടുംബം. സുരക്ഷത. ഈ മാന്യൻ രാത്രി ഒരു 1:30 മണിയാകുമ്പോ എന്റെ വീട്ടിന്റെ അവിടെ കിടന്നൊരു കറക്കാൻ തരാണ്. എന്താ പറഞ്ഞ രാത്രി 1:30 മണിയാകുമ്പോ എന്റെ വീട്ടിന്റെ അവിടെ കിടന്നൊരു കറക്കാൻ തരും. ഞാനൊരു മെമ്പറാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ മൊബൈലിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. മൊബൈൽ പിടിച്ചു വെച്ചു? അതൊക്കെ ഞാൻ പിടിച്ചു. ഓ, അതാ ഞാൻ ഇപ്പോഴാണ് ഓർത്ത്. സംഭവം വേറെ ഒന്നുമല്ല. എനിക്ക് ഈ കഫക്കെട്ടിന്റെ അസുഖമുണ്ട്. അപ്പൊ ഒരു കക്ഷി പറഞ്ഞ് നിന്റെ വീടിന്റെ ഇപ്പുറത്ത് ആടലോടൊക്കെ നിപ്പുണ്ടെന്ന്. അപ്പൊ അത് പറിച്ച് ആവി ഇട്ട് കഴിഞ്ഞാൽ ഈ കഫക്കെട്ടങ്ങ് മാറി കിട്ടും. അതാ സംഭവം. ഈ മെമ്പറിന്റെ രാത്രി 1:30 മണിക്കുള്ള ആവി പിടുത്തമുണ്ടല്ലോ, എന്താ എന്റെ ഒറ്റ പിടുത്തത്തിൽ നിൽക്കും. മെമ്പറിന്റെ മുഖത്ത് നോക്കിയാ സംസാരിക്കണേ? അണ്ണം മിണ്ടായിരിക്കണേ. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഞാൻ അവിടെ വെറുതെ ഇല്ലായിരുന്നു. ഇനി മെമ്പർ നോക്കൊന്നുമില്ല. പോണ്ടേ കൊല്ലും ചെന്നു പോ. ഞാൻ വല്ലതും പറഞ്ഞിരുന്നേ. അണ്ണം മിണ്ടായിരിക്കണേ പോ. ഞാൻ അണ്ണനൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഞാൻ അവിടെ വെറുതെ ഇല്ലായിരുന്നു. എന്റെ വീട്ടിലെ ഓപ്പള കെട്ട പൊട്ടിയാ നിങ്ങൾ സമാനം പറയുവാനാ? നിങ്ങൾ രാത്രി കൊണ്ടുപോകും. എന്റെ കൂട്ടുകാരൻ രതീഷ്കാർക്കാടുണ്ട്. എന്നെ പോലെ ഇന്നല്ല, അവർ ഭയങ്കര ദേഷ്യമാണ്. പറഞ്ഞിരുന്നേ കൽപ്പന ചവള was born in Karnal, a small town in Haryana. She belonged to middle class. എവിടെ പോണത്? ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എവിടെ പോണ? ഇവിടെ വാ. ഒന്നും പറഞ്ഞില്ലല്ലേ? 1908 ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. സുൽത്താൻ അബ്ദുൽ ഹമീദിനെ കൊണ്ട് യുവ തുർക്കികൾ റിപ്പബ്ലിക് അംഗീകരിപ്പിച്ചപ്പോൾ അന്ന് ഈ പറഞ്ഞമാരും ഇല്ലായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യം മേടിക്കാൻ കിഴങ്ങൊക്കെ അഭിച്ചത് ഞാനും ടിപ്പു സുൽത്താനും പറഞ്ഞ കൂടിപ്പോവും. നിനക്ക് വേണ്ടിട്ടല്ലടാ ഞാൻ പറഞ്ഞത്. ഇതെന്ത് കഷ്ടമെന്ന് പറ. നിങ്ങൾ അമ്മളം കൊച്ചാക്കൊന്നും വേണ്ട കേട്ടാ. നമുക്ക് പയ്യന്മാരൊക്കെ ഉള്ള തന്നെ ഇവിടെ. നിന്നെ കുറിച്ച് ഒരുപാട് പരാതികൾ എനിക്കുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും പരാതി പറഞ്ഞു. ഈ ഇടയ്ക്ക് ഞാൻ അതുവഴി ആ ബസ് സ്റ്റാൻഡ് അല്ലേ കൂടെ നടന്നു വന്നപ്പോ നീ കുടിച്ച് മതോന്മത്തനായിട്ട് ആ ഓടൻ അവിടെ ഇങ്ങനെ കിടക്കുന്നു. അതാ വന്നിട്ട് നിന്റെ വായിക്കൂടെ നൊരയും പതയും. നാണമുണ്ടോടാ നിനക്ക്? അത് ചെറിയൊരു അബദ്ധം പറ്റിയാണ്. എന്താ അബദ്ധം? ഈ ടച്ചിങ്സിന് അച്ചാറെന്നും പറഞ്ഞുകൊണ്ട് കടിച്ച് പറിച്ചത് ഷാമ്പുവിന്റെ കവറായി പോയി. പിടുത്തത്തിന്റെ പുറത്ത് പുല്ലുമെല്ലാം നമ്മൾ അറിയണം. നമുക്ക് കിട്ടുന്ന നമ്മൾ കുടിക്കും. എന്റെ പൊന്നളിയാ പാത ഏതിലേ വന്നെന്ന് ഒരു പിടുത്തമില്ല. ഒരു നാണോ മാനോ ഒക്കെ ഉണ്ടോടാ? 3 പിള്ളേരെ തന്തയല്ലേടാ നീ? ഇങ്ങോട്ട് നിനക്ക് +2 പഠിക്കുന്ന പെങ്കുച്ചില്ലേ? ഈ ഇടയ്ക്ക് ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നപ്പോ നിന്റെ മോള് എനിക്ക് പരിചയമില്ലാത്തൊരു പയ്യന്റെ ബാക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പോണ്. അപ്പൊ എനിക്കത് റോങ് ആണെന്ന് തോന്നി. തന്തായിട്ട് നടന്നാ പോലെ ചോദിക്കണം. ഞാൻ ചോദിച്ചല്ലോ അവളടുത്ത്. ചോദിച്ചോ? എടി 24 മണിക്കൂർ നീ അവന്റെ ബൈക്കിന്റെ പുറകെയായിരുന്നു പോടാ. നിനക്ക് എന്തിനാടി വണ്ടിക്കൂലി? അത് നിനക്ക് നീ തിരിച്ചെന്നൂടെ ചോദിച്ചപ്പോണ്ടല്ലേ അവള് ചമ്മിപ്പോയി. ഞാൻ നോക്കിയപ്പോ അടുക്കള ഇങ്ങനെ ഈറ്റാണ്. ചോദിക്കാൻ നമ്മള് കൂടെ ചോദിക്കും. അത് നീ മക്കളായാലും മരുമക്കളായാലും ശരി തന്നെ. ആ സംസാരം വേണ്ട. ഇതൊക്കെ എന്തൊരു തന്തമാര. ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അത് പറഞ്ഞു ഞാൻ വന്നപ്പോഴേ ചിത്രത്തിൽ നിന്റെ ചോദിക്കണം വിചാരിച്ചേ. നിന്റെ ഈ തല ഏതെന്ത് പറ്റി? അത് വേറൊരു വിഷയം. നിങ്ങൾ വിട്ടുപോ. ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ അറിയണം. നാളെ എന്തെങ്കിലും സംഭവിച്ചാലും മെമ്പറാണ് കൂടെ ആദ്യം വരുന്നത്. പറ എന്താ സംഭവിച്ചത്? മെമ്പറെ നിങ്ങൾക്കറിയാല്ലേ, ഞാൻ ഇത്തിരി പോലും മരുന്നൊക്കെ അടിക്കണം. അറിയാം. നമ്മളെ ജംഗ്ഷന്റെ അവിടെ എത്തിയപ്പം ഒരുത്ത അവിടെ നിന്നുകൊണ്ട് നിന്റെ അടുത്ത് എന്റെ അടുത്ത് ഞാൻ പതുക്കെ അവിടെ നിന്നു. ഞാൻ പറഞ്ഞു, ഡേയ് നിനക്ക് ആള് മാറി. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവനാണ്. നിന്റെ അട വന്ന് എന്റെ അടുത്ത് നടക്കൂല, പോടാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്റെ നേരെ വീണ്ടും ഓ എനിക്ക് എന്റെ ദേഷ്യം കയറി വന്നു. കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് പണ്ടേ ദേഷ്യം. ഞാൻ നേരെ അവന്റെ വീട്ടിൽ ചെന്ന് കയറി. അവന്റെ വീട് എന്ന് പറഞ്ഞ ഒരു കമ്പിയിലിട്ട വീടാണ്. നേരെ അവന്റെ വീട്ടിൽ ചെന്ന് കയറി. അവന്റെ അപ്പൂപ്പന്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. പുല്ലെല്ലാം അടിച്ച് തെറിപ്പിച്ച് അവസാനം ആശുപത്രിയിലും ആയി. ആര്? ഞാൻ. നീ എന്തിനാ ആശുപത്രിയിലായി? ട്രാൻസ്ഫോമർ ആയിരുന്നു, അറിഞ്ഞില്ലെന്ന്. കുടുംബത്തിന്റെ പുറത്തൊന്ന് കയറി കൊടുത്തു. അല്ല അപ്പൊ നീ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു അപ്പൂപ്പന്റെ ഫോട്ടോയൊക്കെ വെച്ചെന്ന് പറഞ്ഞത്? അത് മറ്റേ അപായം. കുറച്ചൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടേ ഇല്ല വാലും ലഗാനും ഇല്ല ഇങ്ങനെ നടന്നാ പോരാ. കുറച്ചൊക്കെ ഒരു മാന്യത വേണം അവിടെ. സംസാരം നീ എന്താ നാളെ പഞ്ചായത്തിൽ എന്താടാ കാണിച്ചത്? നീ
പിന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ കുടിച്ചിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട സ്വഭാവം എൻ്റെ അടുത്ത് കളി. നമ്മളെ എന്താണ് കാണിച്ചത്? അണ്ണം മിണ്ടായിരിക്കണേ. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഞാൻ അവിടെ വെറുതെ ഇല്ലല്ലോ. ഇനി അടിക്കാൻ സത്യമായിട്ട് നാടി കൊള്ളുപോ. അണ്ണം മിണ്ടായിരിക്കണേ. ഓ ഞാനൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കണല്ലേ. ഇനി അടിക്കാൻ സത്യമായിട്ട് നാടി കൊള്ളുപോ. എങ്ങനെ കൊണാക്കണേ. നമ്മള് പാങ്ങളേണ്ട നമ്മളെ വണ്ടിയിലേക്ക് സത്യമായിട്ട് ഇനി അടിക്കാൻ അമ്മ ഞാൻ പറഞ്ഞു. ശിവ എന്തൊക്കെ ഈ കാണിക്കുന്നറിയാം. നീ എന്താ മിമിക്രി കാണിക്കുന്നടാ? മിമിക്രി ഒക്കെ നമ്മൾ സൂപ്പറായിട്ട് കാണിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പോ. ഇനി അതിന്റെ കുറവ് കൂടെ ഉള്ളു. ആടി വിളിച്ച് പറയാം അച്ഛൻ പോലെ സൗണ്ട് സൂപ്പറായിട്ട് പറയും. നീയാ ഓ അച്ഛൻ പോലണ്ട. രാവിലെ ബ്രോസിന്റെ സൗണ്ടാണ് പറയണം. ആടി വിളിച്ച് പറയും. നീ അതോടെ കേട്ടിട്ട് പോ. എനിക്ക് ചിരിക്കാമല്ലോ. നമ്മളെ മുമ്പ് തിരുമലചന്ദ്രനും ഒന്നും അല്ല പോ. സൂപ്പറായിട്ട് പറയും. കേൾക്കണോ? അനാവശ്യമായ മരണം, ദീനമില്ലാത്ത ജീവിതം, നിന്നില്ലാത്ത ചില ഭക്തനായി നിന്നാലും ശംഭോ ശങ്കര ഗൗരീപതെ അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട കാലമായ ശേഖര മരുന്ന് മറമുണ്ടക ശേഖര ഒരു വഴിക്ക് നമ്മൾ വഴി കേട്ടോ മറമുണ്ടക ശേഖര മുണ്ടക ശേഖര സത്യമായിട്ട് മുണ്ടക ശേഖര മുണ്ടക ശേഖര നിന്റെ അച്ഛൻ ഇപ്പോഴും ഓഫീസിൽ പോലടാ ഉറപ്പില്ലടാ. ഞാൻ എന്തോ പറയാനാണ്. എന്തോന്ന് പറയും. എന്തോന്ന് പറയാനാണെന്ന് പറ. എന്തോ കഷ്ടം എന്ന് പറയാം. ഒരു കോള് വന്നു. കുറച്ച് തൈര് വാങ്ങിച്ചു കൊടു. തൈര് കൂടെ കുറച്ച് തൈര് തൈര് വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ കുടിക്കൂലണ്ണാ. ഹലോ പറ. MK ശശി തന്നെ. ചുമ്മാതല്ലേ ഇവിടെ പെണ്ണുങ്ങൾ എനിക്ക് ഇരിക്കാൻ പുറത്ത് തരുന്നില്ല. എന്തായാലും ഞാൻ പിന്നെ കൊണ്ട് വേറൊരു കേസ് കിടന്നുണ്ട്. ഓ ശരി. എന്തോന്ന് മെമ്പർ സംഭവം വേറെ ഒന്നുമല്ല. ഈ പൈപ്പിൽ വെള്ളം ഇല്ലാത്ത കാര്യം എന്താണെന്ന് അറിയാം. റോഡ് വികസനം നടന്നിരിക്കുന്ന ഭാഗമായിട്ട് അവിടെ പൈപ്പ് മെയിൻ ലൈൻ പൊട്ടി. അതാണ് വെള്ളമില്ലാത്തത്. ഇനിയിപ്പോ ഈ പണി കഴിയണമെങ്കിൽ എങ്ങനെയായാലും 1 മാസം പിടിക്കുന്നാണ് അവർ പറയുന്നത്. അയ്യോ അപ്പൊ 1 മാസം ഞങ്ങൾ നാട്ടുകാർ വെള്ളം ഇല്ലാതെ ചാവൂലേ? നിങ്ങൾ നാട്ടുകാർ ചാവും, പക്ഷെ നമ്മൾ ചാവൂല. നമുക്ക് കുടിക്കണമെങ്കിൽ നമ്മൾ വിറയിൽ ചെന്നാൽ മതി, കുടിച്ച് മരിക്കാം. നാട്ടുകാരെ കുടിച്ച് മരിക്കാനെന്ന് ഇതാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നാട്ടുകാർക്ക് ഒരു തുള്ളി വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്താൻ കിടക്കുമ്പോ നിങ്ങൾ കുടിച്ച് മരിക്കാൻ പോണെന്നാ മനുഷ്യ. മെമ്പറേ കൊടുക്കരണ്ടെണ്ണ അയാൾക്ക് കോട്. എന്റെ പൊന്നു മെമ്പറേ, ഇപ്പോഴാണ് ഈ പഞ്ചായത്തിന് വേണ്ടി നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തത്. മെമ്പറേ എനിക്ക് ഇതുപോലെ കുടിക്കാൻ വെള്ളം കിട്ടും. നീ കുടിക്കാൻ വെള്ളം നിനക്ക് ബീറോ ഉണ്ടല്ലോ. അങ്ങോട്ട് ചെല്ല്. എനിക്ക് ആ വെള്ളം വേണ്ട, എനിക്ക് പച്ചവെള്ളം മതി. ഇപ്പൊ മനസ്സിലായ വെള്ളത്തിന്റെ വില ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. അത് നശിപ്പിക്കരുത്. അത് പ്ലംബർ ആയാലും മെമ്പർ ആയാലും. എന്താ പറയാ, ഒരു പൊളിച്ച് അടുക്കിയ പെർഫോമൻസ് ആയിരുന്നു. ചിരിച്ച് നമുക്ക് ഇവിടെ കവളൊക്കെ വേദന എടുത്തു തുടങ്ങി. അത്രയും ചിരിപ്പിച്ചു അല്ലേ. നല്ല രസികൻ സ്കിറ്റ് ആയിരുന്നു. കള്ളു കൂടിയ ഒരു രക്ഷയില്ല, തകർത്തു അല്ലേ. ഈ സ്റ്റേജ് അങ്ങോട്ട് എന്താണ് മെഴുകി ചിരിച്ച് ഉപ്പാട് ഒന്ന് നടിച്ചേട്ടാ വല്ലോ പറയണേ പെട്ടെന്ന് പറഞ്ഞു. എന്ത് പറയാനാ, ഇപ്പം അശ്വതി പറഞ്ഞ പോലെ എൻ്റെ അണപ്പ് ഇതുവരെ മാറിയില്ല. ചിരിച്ചിട്ട് അത്രയ്ക്ക് ചിരിക്കാനുണ്ടായിരുന്നു. ഈ വായിച്ച് തകർത്ത് കേട്ടോ. പിന്നെ നമ്മുടെ മെമ്പർ നിങ്ങളുടെ കോമ്പിനേഷൻ വന്നപ്പോഴാണ് ഇത് അതെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വന്നതും നമ്മൾ കൂടുതലും ചിരിച്ചതും. പിന്നെ സന്ധ്യ നന്നായി ചെയ്തു. എല്ലാ പ്രാവശ്യത്തെയും പോലെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് അണപ്പ് മാറുന്നില്ല ചിരിച്ചതിൻ്റെ സന്തോഷം. തകർത്ത് തരിപ്പണമാക്കി. അതെ, കിടിലെന്ന് വെച്ചാൽ കിടിലം സൂപ്പറായി. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇതിനകത്തിലെ ഫസ്റ്റ് സീനിലെ ആ പാട്ട് സീനിൽ തൊട്ട് ഇത് അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു ചിരിയുടെ. പിന്നെ ദീപുവിനെ എല്ലാം ഗംഭീരമായിട്ട് മെമ്പറും സന്ധ്യയും ഒക്കെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തപ്പം ദീപുവിന് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ അത് സ്കോർ ചെയ്ത് എത്തിക്കാൻ പറ്റും. കൺഗ്രാറ്റുലേഷൻ, അടിപൊളി, ഒരുപാട് ചിരിപ്പിച്ചു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ രണ്ടുപേരും ഈ കുടിയൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ആണ്. രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ സ്റ്റേജിൽ ഒരുപാട് കണ്ട് ചിരിപ്പിച്ചിട്ടുള്ള നല്ല വേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കുടിയനെ പെർഫോം ചെയ്യാന്ന് വെച്ചാൽ ആര് ചെയ്ത് കഴിഞ്ഞാലും ഇത് പണ്ട് നെൽസൺ ചേട്ടൻ ചെയ്തതിന്റെ അല്ലെങ്കിൽ ഉല്ലാസ് ഇങ്ങനെ കുറെ പേര് ഒരു സിഗ്നേച്ചർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ മിക്കതിലും തോന്നാറുണ്ട്. പക്ഷെ ദീപു ഇന്ന് ദീപുവിന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇട്ടു അല്ലേ? അതെ, നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാനും ഉല്ലാസ് പ്രശാന്ത് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് കള്ളുകൂടിയൻ്റെ ചെയ്ത്. അപ്പൊ തന്നെ ഈ സ്കിറ്റുകൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നമ്മുടേതായ കുറെ ശൈലികളൊക്കെ അതിനകത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിരി അധികം വരത്തില്ല, ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇത് നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഉള്ളു തോറും ചിരിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊന്നും ഇതിലില്ലായിരുന്നു. ദീപിൻ്റെ ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. അത് വളരെ നമുക്ക് ചിരിക്കാൻ പറ്റി. വളരെ സന്തോഷം. പറയൂ, എന്ത് തോന്നി?
അല്ല ഈ സംഭവം ഞാൻ ചെയ്തത് പിന്നെ ഞാൻ കുറെ സംഭവങ്ങൾ നോക്കി, കാരണം നെൽസേട്ടനും ഉല്ലാസേട്ടനൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴ് എന്തായാലും അവരെ മുമ്പാണ് പോയി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം വരാത്തതിൽ പിന്നെ ഒരുപാട് പോയി കണ്ടുപഠിച്ചതൊക്കെ ആയത്. ഒരുപാട് ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ റോട്ടിലൊക്കെ പോയി നിന്ന് കണ്ടുപിടിച്ച്. ഓക്കെ, നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ഈ സ്കിറ്റ് എൻജോയ് ചെയ്തോ? സ്കിറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു പൈപ്പും വെള്ളത്തിന് വേണ്ടിയുള്ള തർക്കവും അതിലിടപെടുന്ന ഒരു മെമ്പറും അതിനുള്ളിലുള്ള ഒരു ചെറിയ സ്കിറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ദീപു എന്ന കലാകാരൻ എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ സ്റ്റൈൽ അങ്ങോട്ട് മാറി. കണ്ടില്ലെങ്കിൽ നഷ്ടമായേനെ എന്ന് തോന്നുന്ന ഒരു പ്രകടനം, ഒരു സ്കിറ്റ്. വെരി ഗുഡ്. അപ്പോൾ ഓവറോൾ ഒരു മികച്ച പ്രകടനമായിരുന്നു. ഓഡിയൻസിനോട് നമുക്ക് ചോദിക്കാം, ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് അവർ കൊടുക്കുന്നത് എന്നുള്ളത്. 5 stars. അതും ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. എല്ലാവരും ചേർന്നിട്ട് നിങ്ങൾക്ക് 5 stars ആണ് ഇന്നത്തെ ഈ ഒരു പ്രകടനത്തിന് തന്നിരിക്കുന്നത്. അപ്പോൾ 5 stars മാത്രമല്ല, അതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10,000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെൽസൺ ചേട്ടനെയും ഉല്ലാസ് ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്നുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് സെഗ്മെന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വേദിയിലേക്ക് ഇന്ന് എത്താൻ പോകുന്നത്, ഇതിനു മുൻപും ഇതേ വേദിയിൽ എത്തി നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര സ്പെഷ്യൽ പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, മിസ്റ്റർ ബിനോയ് വിതുര. നമസ്കാരം. നമസ്കാരം. അപ്പോൾ 2ാം തവണയാണ്. അതെ. യെസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് താരങ്ങളുടെ ശബ്ദമാണ് ഞാൻ അനുകരിക്കാൻ പോകുന്നത്. ആദ്യം ഇതിലേതാണ്? ആദ്യമായിട്ട് മിന്നാമിനുങ്ങെ എന്ന പാട്ട് ജാനകിയമ്മ പാടിയാൽ എങ്ങനെയായിരിക്കും? ഓക്കെ, മണിച്ചേട്ടന്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ജാനകിയമ്മ പാടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? അല്ലേ? സൂപ്പർ. അടുത്തതായിട്ട് അസീസ് എന്ന താരത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും അരിസ്റ്റോ സുരേഷ് എന്ന മുത്തേ പൊന്നെ ആ പാട്ട് പാടിയാൽ ആ 2 ശബ്ദം മോർഫിംഗ്. ഓക്കെ. താൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയെന്ന് കേട്ടു. ശരിയാണോ കൊച്ചനെ? താൻ വെറും സർക്കിളാ, വട്ട 0. അതിനകത്ത് നിന്നുള്ള കളിയൊക്കെ മതി. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാനെന്തിനു പെണ്ണെ, നിനക്കെന്തു പിണക്കം, നീ എൻ്റെ കരളല്ലേ. മാരൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീ എൻ്റെ കുളിരല്ലേ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനെ തന്നന്നെ തന്നന്നെ തന്നന്നെ, താനെ തന്നന്നെ തന്നന്നെ തന്നന്നെ. ശരിക്കും വെറൈറ്റി ആയിട്ട് തന്നെയായിരുന്നു ആ ട്രാൻസിഷൻ, നല്ല ഭംഗിയായി. അതെ. അടുത്തതായിട്ട് നമ്മുടെ പരിസരങ്ങളിൽ തന്നെ, എൻ്റെ വീടിൻ്റെയൊക്കെ ആ പരിസരത്തിൽ വിമല എന്ന് പറയുന്ന ഒരു ചേച്ചി സുന്ദരിയെ സുന്ദരി എന്നുള്ളൊരു പാട്ട് പാടും. പുള്ളിക്കാരി ഭയങ്കര ഒരു ഗായികയാണ്, പക്ഷെ ഏത് പാട്ടും പാടും. ആ ചേച്ചി പാടിയാൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വിമല ചേച്ചി സുന്ദരി സുന്ദരി എന്നുള്ള പാട്ട് പാടും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് കേട്ടാ മനസ്സിലാവും ഇത് വിമല ചേച്ചിയാന്ന്. അല്ലല്ലേ, ഈ പാട്ട് ഒരു കോമഡി പാട്ടാണ്. അദ്ദേഹം പാടുന്നതിന്റെ ആ ഒരു ശൈലിയാണ്. ഓക്കെ. ഒരു സുന്ദരോ പൊന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഒരു സുന്ദരോ ഒരു സുന്ദരോ ഒരു സുന്ദരോ പൊന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മോർഫിംഗ് തന്നെയാണ്. നമ്മുടെ അച്യുതാനന്ദൻ, രഘുവരൻ, കമൽഹാസൻ, അതിൻ്റെ ഒരു ചെറിയൊരു മോർഫിംഗ് സംഭവമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
அரசியல் சம்பந்தமாக நான் பேச மாட்டேன். உங்கள் கடமை எங்கள் சேவை என்பதை மக்கள் அறிய வேண்டும் என்று நான் நினைக்கின்றேன் എന്ന് പറയുമ്പോൾ വളരെ ശക്തവും വ്യക്തവുമായി പറയുകയാണെങ്കിൽ ആന്റണി பேட் நியூஸ். எப்பா ஒரு நாளுக்கு கண் முன்னாடி வந்து நிற்பாங்களா, மன்னிக்கிறது நான் ஜீசஸ் கிரைஸ்ட் இல்லை, வாழ்க்கை என்பது ஒன்றுதான் இருக்க. ഓ അടിപൊളി. അടുത്തതായിട്ട് മറ്റൊരു ശബ്ദമാണ് ആ കാക്ക. ആ കാക്ക പലതരത്തിൽ വിളിക്കുന്ന ഒരു വോയിസ് ആണ്. അപ്പോൾ നമുക്ക് അന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. കാക്ക ആദ്യമായിട്ട് സാധാരണ നാടൻ കാക്ക, അത് കഴിഞ്ഞ് ബലിക്കാക്ക, അത് കഴിഞ്ഞ് നമ്മുടെ പല ശബ്ദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാക്കയുടെ ശബ്ദം ഒരു വെറൈറ്റിയാണ്. അത് ബലിക്കാക്ക പോലെ തന്നെ മറ്റൊരു കാക്കയാണ്. ആണോ? ഓക്കെ. ആ അത് കഴിഞ്ഞ് ഈ കാക്ക വിരുന്ന് വിളിക്കുന്നു. ആ ആ അടുത്ത് മറ്റൊരു സംഭവം, ഈ വോൾട്ടേജ് ഇല്ലാത്ത ടി വി. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ വോൾട്ടേജ്, പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ട്. വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് ഒരാൾ എന്തെങ്കിലും നമുക്ക് കാണണമെങ്കിൽ പുറത്തൊരാളെ ഈ ആൻറ്റിനെ തിരിക്കാൻ വേണ്ടി നിർത്തണം, എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വോൾട്ടേജ് ഇല്ലാത്ത ടി വി എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് അപ്പോൾ ഇത് ശകലം ഒന്ന് കറക്റ്റ് ആകുമ്പം ഈ കഴുത്തിന് താഴോട്ട് കുറച്ച് ക്ലിയർ ആവും. വാർത്ത വായിക്കുന്ന സമയത്ത് പഴയകാല ഓട്ടോറിക്ഷ എൻ്റെ ഹാണെന്ന് പറയുമ്പോൾ അത് വേറൊരു വെറൈറ്റിയാണ്, ആ ഒരു സൗണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ റേസ് ചെയ്യുന്നതോറും ഈ ശബ്ദം കൂടും. സംഭവം ഹോണിൻ്റെ സൗണ്ടാണ്. അത് കഴിഞ്ഞ് ഈ ഓട്ടോറിക്ഷ തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഓട്ടോയിൽ തന്നെ മറ്റൊരു ശബ്ദം, മറ്റൊരു ഹോണിൻ്റെ സൗണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടുമൃഗങ്ങളിൽ തന്നെ ഇറുമുള്ള എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ഇരുമൽ. ആ ഇറുമുള്ള് എന്ന് പറയുന്നത് കോഴിക്കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് പോകുന്നത്. ആ ഓക്കെ. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ്. പട്ടികളുടെ കുറച്ച് ശബ്ദം ഞാൻ ഇവിടെ അനുകരിച്ചിരുന്നു, എന്നാലും വിട്ടുപോയിട്ടുള്ള കുറച്ച് ചില പട്ടികൾ അത് ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ്. ശരി. അൽസേഷ്യൻ. ആ ഓക്കെ. പിന്നെ ഈ പട്ടിയെ കെട്ടിയിടുന്ന സമയത്ത് അത് ഓരിയിടുന്നത്. പാവം തോന്നുന്ന പട്ടിയോട്. കപ്പിയും കയറും. ഓക്കെ. അതിന്റെ ശബ്ദം നമുക്ക് നോക്കാം. അത്യാവശ്യമായിട്ട് ഇതിന് കുറച്ച് എണ്ണ ഇടണം. നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നല്ല ഗംഭീര പെർഫോമൻസ്. ലാസ്റ്റ് ടൈമിലെ കഴിഞ്ഞും ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ബിനോയ് നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചേട്ടാ വളരെ നന്നായിരുന്നു, ഒരുപാട് ചിരിച്ച്. വെറൈറ്റി ശബ്ദങ്ങളായിരുന്നില്ല. എനിക്ക് ആദ്യം ചെയ്ത പാട്ട് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ട്, അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പാട്ടിനായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ നന്നായിരുന്നു. നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളായിരുന്നു എല്ലാം. ഗുഡ്, അടിപൊളി അടിപൊളി. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇപ്പം ചെയ്തത് പട്ടിയുടെയും പിന്നെ വേറൊരു എന്താ പക്ഷിയുടെ പേരെന്താ, ഇറുമുള്ളെന്ന് പറയുന്നത് കോഴിക്കുഞ്ഞിനെയൊക്കെ. അതിന്റെ സൗണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പക്കയാണ്, അതെല്ലാം കറക്റ്റാണ്. ഈ പുള്ളി ചിരിച്ചെന്താണെന്നറിയോ,
അപ്പം ഇത് അടുത്തത് എന്താണെന്ന് അശ്വതി ചോദിക്കുമ്പോൾ നന്നായിരുന്നു. ആ ആ അല്ല ഞാൻ ശ്രദ്ധിക്കണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അത് വളരെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതെ പുള്ളിയെ സമ്മതിച്ചു തന്നോ? അല്ല അത് അറിയാതെ ഉള്ളിയത് നിഷ്കളങ്കമായി അത് സംഭവിച്ചു. അറിയാതെ വീഴുന്നത് അത്. അതെ, അടുത്ത് എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ അതെ എനിക്ക് മനസ്സിലായത്. അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. ഓക്കെ ബിനോയ്, താങ്ക് യു സോ മച്ച്. പുതിയ വെറൈറ്റികളുമായി വീണ്ടും വരിക. തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ പിടിക്കും. എന്ത് ഹലോ ഹലോ, എന്താ ചെയ്യാ? എന്റെ ഉന്നം തെറ്റിക്കല്ലേ പ്ലീസ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? എന്റെ കൂട്ടത്തിൽ തത്ത പറഞ്ഞ് ഈ ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ തത്തയെ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതിന് ഈ കല്ലെടുത്തെറിഞ്ഞ് ഇവിടെ വിലപിടിപ്പുള്ള ലൈറ്റുകളൊക്കെ വെച്ചിരിക്കും, അതെറിഞ്ഞ് പൊട്ടിക്കാൻ പാടില്ല. തത്തയെ പിടിക്കട്ടെ എനിക്ക്. തത്തയെ പിടിക്കാണോ അത്യാവശ്യം? അല്ല ഇന്ദ്രൻ ഇങ്ങോട്ട് കയറി വന്നേ. എന്റെ തത്തയില്ലാണ്ടിൽ പറഞ്ഞു വന്നു, അപ്പൊ ഞാൻ തത്തയെ പിടിക്കാൻ വരണ്ടേ? ഇയാളെയൊക്കെ ആരെ ഇങ്ങോട്ട് കയറ്റി വിടുന്നു? ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അയാളെ ഒന്നും കാണുന്നില്ലേ? സെക്യൂരിറ്റി, ഇവിടെ സെക്യൂരിറ്റി. എങ്ങനെ ഇടിച്ചു കളി കയറി പോണത്? തന്റെ അച്ചിവിടാണത്. ഹായ്ക്കുള്ളൊരു ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. അതെ, ഞാൻ കിളിയെ തിരക്കി വന്നതാണ്. കിളിനെ തിരക്കാ? എടോ കിളിനെ തിരക്കി ഇവിടെ അല്ല വരണ്ടേ, വല്ല ബസ് സ്റ്റാൻഡിൽ പോണം. ബസ് സ്റ്റാൻഡിലാ? ചേട്ടാ യാത് കിളിയെ ഉദ്ദേശിച്ചത്? ബസ്സിലെ കിളി. ബസ്സിലെ കിളിയാ? എന്റെ പൊന്നു ചേട്ടാ, എന്റെ കിളി പോയി. എന്റെ മുഖത്തേക്ക് നോക്കിയേ, കുഴിച്ചു നോക്കിയേ, എല്ലാരും നോക്കിയേ, കണ്ട നിന്റെ കിളി പോയി കിടക്കേ. അത് പറയാതെ തന്നെ അറിയാം. അതെ, എന്റെ ചീട്ടെടുക്കുന്ന തത്തയെ കാണുന്നില്ല. ചീട്ടെടുക്കണ തത്തേനാ? അതെ. എങ്കിൽ വല്ല പറമ്പിൽ പോയിരുന്ന റമ്മി കളിക്കണ്ടാവും. എന്റെ പൊന്നു ചേട്ടാ, എന്റെ തത്ത ഇത് പറന്നു പോയെന്ന്. പിന്നെ തത്ത പറന്നു പോകാതെ വല്ല ടാക്സി വിളിച്ചു പോകാൻ പറ്റുമോ? മിണ്ടാപ്രാണി അല്ലേ അത്. ഇപ്പൊ എവിടത്തുകാരനാടാ? അതെ, എന്നെ ചേട്ടനങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായില്ല? ഇല്ല. സൂക്ഷിച്ചു നോക്ക് കേട്ടാ, ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്ക്. ഓ ഇവിടുത്തെ കിട്ടി. പ്രതിയോ? ജയിലായിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ നടക്കണ പ്രതി. അവൻ എപ്പോഴും കയറി കിടക്കണം അറിയാൻ പാടില്ല. എന്റെ ചേട്ടാ, ഇത് ജയിലല്ല, ഇത് തത്തേര കൂടാണ്. ഓ തത്തേര കൂട്, മനസ്സിലായല്ലോ? നോക്ക് ഇനി പറ ഞാൻ ആരാണെന്ന്. ഇതെന്താന്ന് പറഞ്ഞേ? ഇത് തത്തയുടെ കൂട്. തത്തയുടെ കൂട്. ഇത് തത്തയുടെ കൂടാവുമ്പോ നീ തെങ്ങോ? തെങ്ങിന്റെ മണ്ടയിലല്ലേ ഈ തത്തയൊക്കെ കൂട് വെക്കണത് അല്ലേ? തെങ്ങിന്റെ മണ്ടയിൽ മാത്രമല്ല, പ്ലാവിന്റെ മണ്ടയിലും കൂട് വെക്കും. അവിടെയും വെക്കും, പറയാൻ പറ്റില്ല. ഹലോ അശ്വതി, എന്റെ പരിചയപ്പെടുത്താൻ. നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനോ? എനിക്ക് വേറെ ഒരു പണിയില്ലേ? അല്ല, വലിയ വലിയ സെലിബ്രിറ്റികളെ മാത്രമേ ഇയാള് പരിചയപ്പെടുത്തുള്ളൂ. മാത്രമേ ഉള്ളൂ. ഈ പാവപ്പെട്ട എന്നെ പരിചയപ്പെടുത്തത്തില്ല. ഒരു തന്നോട് പറഞ്ഞില്ല, ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേ? എന്നോട് മനസ്സിലായല്ലേ ചേട്ടാ? ഞാന് കൈനോട്ടക്കാരനാണ്. കണ്ടിട്ടേതോ വായ്നോട്ടക്കാരനെ പരിചയപ്പെടുന്നു. അതെ, നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ എന്തും പറയും. ഞാൻ തിരിച്ചും പറയും. എന്റെ സ്വഭാവം അറിയാൻ പാടില്ലാണ്. തന്നെ എവിടെ ഞാൻ പരിപ്പഴം എടുക്കും. ഞാൻ താൻ ഇറങ്ങി പോടോന്ന്. ചേട്ടന്റെ മുഖത്ത് നോക്കി ലക്ഷണം പറയട്ടെ. എടാ നീ പറയാൻ പോണത് എന്റെ മുഖം കള്ള ലക്ഷണം എന്നല്ലേ പറയാൻ തന്നെ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നീ നിന്നെ പരിചയപ്പെടുന്നത് നിനക്ക് ദേ നോക്കട്ടെ, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇതെന്താ അലമാരയാണ്? ആ വാ പൊളിച്ച് കഴിഞ്ഞാൽ സംസാരിക്കാല്ല. നീ തന്നെയാണ് പരിചയപ്പെടുത്ത്. ഇവന്റെ ഈ മോങ്ങല്. തത്തയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അതാണ് കാര്യം. മനസ്സിലായ നെൽസ? മനസ്സിലായില്ലേ? ചത്തുപോയ തത്തയുണ്ടല്ല, ഇവന്റെ കെട്ടിയോളാ. ഇതിനെ അങ്ങനെ ജീവിക്കുമെന്ന് അവന് വയ്യ. അയ്യോ അതല്ല, തത്തയെ കൊണ്ട് ചീട്ടെടുത്തല്ലേ ഞാൻ ജീവിക്കും. പക്ഷെ ഇത് തത്തയില്ല, ഞാൻ എങ്ങനെ ചീട്ടെടുക്കും? നീ എടുക്കണം. ഇത്രയും നാള് തത്ത എടുത്തില്ലേ? നിന്റെ കൈക്ക് എന്താ കുരുവാ? അവനെടുക്കട്ടെ എന്നാ ചീട്ട്. എന്താ പ്രാണിനെ വെച്ച് ചീട്ടടിപ്പിച്ചിട്ട് എങ്ങനെ എടുക്കുമെന്ന് നീ കരയാതെ ഇനി. എന്റെ പൊന്നു ചേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തത്തയെ പിടിപ്പിച്ച് നമ്മൾ അതിനെ ഭാഷ പഠിപ്പിച്ച് ഈ ചീട്ടെടുക്കാനൊക്കെ വലിയ പ്രയാസമാണ്. എവിടെ അതൊക്കെ വെറുതെ പറയണതാ. ഒരാഴ്ച കൊണ്ട് ഞാൻ തത്തേനെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? പിന്നെ ഈ പുള്ളി ഒരു കൊല്ലമൊക്കെ എടുക്കുന്നത് ഒന്നുമില്ല. അതായത് തത്തേനെ പിടിക്കുക, ചെറുപ്പത്തിലെ കുഞ്ഞിനോട് പിടിച്ചുകൊണ്ട് വരാ, വീട്ടിലിരുക. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സുനാപ്പി മേടിക്കുക, ഒരു ഫുള്ള്. അതിലൊരു ചെറുതാണ് ഒഴിച്ചു കൊടുക്കുക അവന് രാവിലെ തന്നെ. സുണ്ട് പൊക്കിട്ട് ഒഴിച്ചു കൊടുക്കുക. സുണ്ട് പൊക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കും,
അളിയ കലക്കി എന്ന് പറയും. അപ്പൊ പിന്നെ പിറ്റേ ദിവസം അതേ രാവിലെ 6 മണിക്ക് നിൽക്കുക, ഒരു 2 ബുക്ക് കൊടുക്കുക, വീശണ്ടേ അളിയാ കൊടുത്തേക്ക. അങ്ങനെ ഒരാഴ്ച അങ്ങനെ അടുപ്പിച്ച് കൊടുത്തു നോക്കിയേ. 8ാമത്തെ ദിവസം കൊടുക്കരുത്. കൊടുക്കരുത്. അത് കൊടുക്കരുത്. അപ്പൊ പുള്ളി ചോദിക്കും, ഹലോ അളിയോ ഇന്ന് കിട്ടിയില്ല, വീശിയില്ലല്ലോ, ഇന്ന് അകത്തുനിന്ന് കൂട്ടിയെന്ന് പറയും. മനസ്സിലായില്ലേ? ഒരാഴ്ച കൊണ്ട് സംസാരിക്കാൻ പഠിച്ചു പുള്ളി. എന്താ ചേട്ടാ ആ തത്ത എനിക്ക് തരുമോ? ഏത് തത്ത? ചേട്ടൻ ഇങ്ങനെ വളർത്തി പരിശീലിപ്പിച്ച ആ തത്തേനെ ഞാൻ കൂടെ ഓർന്ന് പറത്തി വിട്ട് കളഞ്ഞു. അയ്യോ അതെന്താ? അവന് സ്മോൾ കൊടുക്കാത്തന്നെ എന്റെ തന്തക്കും തള്ളക്കും വിളിക്കണമെന്നേ. ആ പിന്നെ അതിനൊക്കെ കൂട്ടിലെടുത്ത് വളർത്താൻ പറ്റുമോ? ഞാൻ അതിനെ പറപ്പിച്ച് കളഞ്ഞു. എന്നടവേ ഇപ്പൊ അതിലും വലിയ കഷ്ടമാണ്. എനിക്ക് ചന്തയിൽ പോകാൻ പാടില്ല, സ്കൂളിൽ കൊച്ചുങ്ങളെ കൊണ്ടുവന്നാക്കാൻ പാടില്ല. പറന്ന് നടന്ന തെറി വിളിക്കണം, പറന്ന് ഒരു യാത്രകളും ചെയ്യാൻ പറ്റണില്ല. പിന്നെ ആ തത്തേനെ പിന്നെ പിടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? എന്റെ പൊന്നേട്ടാ എനിക്ക് തത്തയില്ല, ജീവിക്കാൻ പറ്റൂല. എന്റെ തത്ത ചേട്ടാ കണ്ട ഇവര് വലിയ ശല്യായത്. നിന്റെ തത്താന്ന് പറഞ്ഞ ഒരു പച്ച കളറുള്ള തത്തേണ? അല്ല, നീല കളർ. എന്റെ പൊന്നു ചേട്ടാ തത്തക്ക് പച്ച കളർ അല്ലേ? ഓ മനസ്സിലായി. അതായത് ഒരു വാലും 2 ചെറിയ നീളത്തില്. ഇതിലെ മിന്നായ ഒരാൾ പോണണ്ടായിരുന്നു ഇങ്ങനെ. ആ അത് ഈ വശത്ത് കൂടി അങ്ങോട്ടാ അവിടെ കുളിമുറി കണ്ടായിരുന്നു. അതിന്റെ അകത്ത് കുടികൾ കയറി പോയിട്ടുണ്ട്. അവിടെ ഇങ്ങും പോകാൻ ചാൻസ് ഇല്ല. ചെല്ലേ, അപ്പൊ ഞാൻ അവിടെ പോയി പിടിക്കാം. പിടിച്ചോ. പിന്നെ ധൈര്യമായിട്ട് പൂച്ച 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 പയ്യെ പറഞ്ഞു പൂച്ച പിടിച്ചോണ്ട് പോയി. പാവം. അതെ, നേരത്തെ അറിയാൻ പറഞ്ഞിട്ട് കൊടുത്തെങ്കിൽ അയാളങ്ങ് നേരത്തെ പോകത്തില്ലായിരുന്നു. എങ്ങനെ? ഈ തത്ത അവിടെ ഉണ്ടെന്നേ അറിയാമായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് പറയാൻ പറ്റുന്നു. അയാൾ എപ്പോഴേ പോകാനല്ലോ ഇവിടുന്ന്, ശല്യം ഒഴിഞ്ഞാനല്ലോ. ശല്യം ഒഴിഞ്ഞാലേ. എന്താ കിട്ടി? എവിടുന്ന്? അതിന്റെ അകത്തുനിന്ന് കുളിമുറിയുന്നു. തത്തേനല്ല, അവിടെ ഒരു ഇത്ത കുളിക്കണ്ടായിരുന്നു, ജമീലത്ത. കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. ആ കുളിമുറിയിലൊക്കെ ഓടി കയറിയത് അവൻ. അപ്പൊ പണിയാണല്ലേ? പിന്നെ ഒരു പണി കൊടുത്തതല്ലേ കണ്ട. അതേ എന്ത് അയ്യോടാ പാവം. നല്ല കുനിച്ചീർത്തിയാണ്ടാവും. കുനിച്ചീർത്തിയാണ്. ആ പിന്നെ അതവിടെ നടന്നു. തത്തേനെ പിടിച്ചതൊക്കെ പൂച്ച പിടിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. സുഖല്ലേ? എങ്ങനെയുണ്ട് മറ്റേ ഇതൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ കോമഡി മസാല നന്നായിട്ട് പോകുന്നു. നന്നായി ഉണ്ടല്ലേ? കാണിട്ടേ. ഞാനും മസാല. ഹലോ, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ചെയർ എടുത്തേട്ടാ ഇവിടെ ഇരിക്കട്ടെ. പുറത്തു പോകണം. ഇവിടെ ഇരിക്കുന്നത് പുറത്തു പോ. ആ പുറത്ത് കയറിയിട്ടാ മതി, ഞാൻ വരാം. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിരിയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡ്.